ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജനുവരി 28 ചൊവ്വാഴ്ച രാവിലെ 7:01 ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 മെയ് 31 വരെ ശുക്രൻ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നതാണ്. സാധാരണ 24 ദിവസം കൊണ്ട് രാശി മാറുന്ന ശുക്രൻ ഇത്തവണ നേർഗതിയിലും വക്രഗതിയിലുമായി 4 മാസത്തിലേറെ കാലം ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു. ആയതിനാൽ എല്ലാവർക്കും ജീവിതത്തിൽ വളരെ പ്രാധാന്യം ഉള്ള സമയമാണ് ശുക്രൻ്റെ ഈ ഉച്ചരാശിയിലെ സഞ്ചാരം. ഒരു ഗ്രഹം ഉച്ചരാശിയിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ബലം പൂർണ്ണമാകുന്നതും ഫലം പൂർണ്ണമായി ലഭിക്കുന്നതും. മനുഷ്യായസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നതും ജാതകത്തിൽ അനുകൂല ഭാവത്തിലെങ്കിൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതുമായ ഗ്രഹമാണ് ശുക്രൻ. ഗോചരവശാൽ ഏറ്റവും കൂടുതൽ കൂറുകൾക്ക് ഗുണം നൽകുന്ന ഗ്രഹം ശുക്രൻ മാത്രമാണ്. ഗോചരവശാൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ 6, 7, 10 എന്നീ ഭാവങ്ങളൊഴികെ മറ്റ് എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ്. മാളവ്യയോഗം, ശരഭയോഗം, മഹാധനയോഗം തുടങ്ങിയവ ശുക്രൻ നൽകുന്ന രാജയോഗങ്ങളാണ്. കല, സ്നേഹം, പ്രേമം, വിവാഹം, ദാമ്പത്യം, സുഖലോലുപത, ഭോഗം, ആഡംബര ജീവിതം, സ്ത്രീ സൗഹൃദം, പാരിതോഷികങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, ദേവീഭക്തി, ലോട്ടറി ഭാഗ്യം ഇവയെല്ലാം ശുക്രൻ്റെ അധികാരപരിധിയിൽ ഉള്ള വിഷയങ്ങളാണ്. ശുക്രൻ ഉച്ചത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്കും പുഷ്ടിയുണ്ടാകും. ഒരു വസന്തകാലത്തിലെ പൂന്തോട്ടം പോലെ ജീവിതം പൂത്തുലഞ്ഞ് സുരഭിലമാകും. 2025 മെയ് 31 വരെ ശുക്രൻ മീനൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മെയ് 19 വരെ രാഹുവും, ഫെബ്രുവരി 17 മുതൽ മെയ് 6 വരെ ബുധനും, മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെ സൂര്യനും, മാർച്ച് 29 മുതൽ ശനിയും ശുക്രനോടൊപ്പം മീനത്തിൽ സഞ്ചരിക്കുന്നു. ഈ വസ്തുതകൾ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്കും മീനത്തിലെ ശുക്രൻ നൽകുന്ന അനുഭവങ്ങൾ പരിശോധിക്കാം. അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് ശുക്രൻ 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 12ാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ ശുക്രൻ ഒഴികെ മറ്റ് 8 ഗ്രഹങ്ങളും ദോഷഫലങ്ങൾ ആണ് നൽകുന്നത്. എന്നാൽ 12ാം ഭാവത്തിലെ ശുക്രൻ ഏറെ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ശത്രുവിൽ നിന്ന് പോലും ധനലബ്ധി ഉണ്ടാകും എന്നാണ് ജ്യോതിഷ നിയമങ്ങൾ വിവരിക്കുന്നത്. കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും. സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ്. കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും. യാത്രകൾ ഗുണകരമാകും. കുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങിയേക്കും. ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും. വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ശുഭസന്ദേശം ലഭിക്കും. ബിസിനസ് ടൂറുകൾ വിജയം കാണും. അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും. സന്താനങ്ങളുടെ പഠിപ്പ്, വിവാഹകാര്യം, ക്ഷേത്ര വഴിപാടുകൾ തുടങ്ങിയവയ്ക്കായി ചെലവ് ഉണ്ടാകും. വ്യവഹാരങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലവത്താകും. കളവ് പോയ മുതൽ തിരികെ കിട്ടും. കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങും. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാനാകും. മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം 11ാം ഭാവത്തിലേക്കാണ്. പല സമയങ്ങളിലായി ശുക്രനോടൊപ്പം 4 ഗ്രഹങ്ങൾ കൂടി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇടവക്കൂറുകാർക്ക് പല നേട്ടങ്ങളും യോഗങ്ങളും ലഭിക്കും.
സർവാഭിഷ്ടം എന്നാണ് 11-ാം ഭാവം വിശേഷിപ്പിക്കുന്നത്. ഭൗതികമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും. രോഗാരിഷ്ടത മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും. തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും. കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും. ഉദ്യോഗത്തിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കും. രാഷ്ട്രീയത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തും. പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും. ബാധ്യതകൾ ഒട്ടൊക്കെ പരിഹരിക്കുവാൻ കഴിയും. ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും. പ്രവർത്തനത്തിലെ തടസ്സങ്ങൾ നീങ്ങും. കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും. കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം നേട്ടമുണ്ടാകും. സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന കാലമാണ്. വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും. ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും അഗാധവുമാകും. ചെലവ് നിയന്ത്രിക്കുവാൻ കഴിയും. കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും. സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കുന്നതാണ്. മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങാനോ പാരിതോഷികമായി ലഭിക്കാനോ ഇടയുണ്ട്. നറുക്കെടുപ്പുകൾ, ചിട്ടി, ലോട്ടറി മുതലായവയിലെ ഭാഗ്യപരീക്ഷണം വിജയകരമായേക്കും. വിദേശ വ്യാപാരത്തിന് അനുമതി കിട്ടും. സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർക്ക് ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ തെല്ലുമില്ലാത്ത സന്തോഷഭരിതമായ കാലമായിരിക്കും ഇവർക്ക്. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗമടയും ഇതിനക്കൂറുകാർക്ക് 10-ാം ഭാവത്തിലാണ് ശുക്രൻ്റെ സംക്രമം. 10-ാം ഭാവം ശുക്രന് ശുഭത്വം കുറയുന്ന സന്ദർഭമാണ്. ആദിത്യനും ബുധനും 10-ാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി കുറേയൊക്കെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥലമാറ്റം ലഭിക്കണമെന്നില്ല. സഹപ്രവർത്തകർക്ക് പറ്റിയ പിഴവുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും. ഡെപ്യൂട്ടേഷനിൽ കഴിയുന്നവർക്ക് അത് അവസാനിപ്പിച്ച് പഴയ ലാവണത്തിലേക്ക് പോകേണ്ടതായി വരാം. പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ്. പ്രണയത്തിന് ഭംഗം സംഭവിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും. വീട് നിർമ്മാണത്തിൽ തടസ്സങ്ങൾ നേരിട്ടാലും ഒരുവിധം പൂർത്തിയാക്കുവാൻ കഴിയും. കേടുപറ്റിയ ഗൃഹോപകരണങ്ങൾ മാറി വാങ്ങിയേക്കും. വാഹനം മാറി വാങ്ങുന്നതിൽ നഷ്ടം സംഭവിക്കാതെ നോക്കണം. ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ്. സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾക്കുള്ള അവസരം ഉണ്ടായേക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥലം മാറ്റം ലഭിക്കണമെന്നില്ല. തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും. വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുവാൻ വിഷമിക്കുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്ന് വരില്ല. കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരാം. പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഭാഗ്യപുഷ്ടിയുള്ള കാലമാകയാൽ നറുക്കെടുപ്പുകളിൽ വിജയിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായം പ്രതീക്ഷിക്കാം. കുടുംബസുഖം അനുഭവപ്പെടും. മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നുചേരും. വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ നിന്നും ശുഭവാർത്തകളെത്തും. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തടസ്സപ്പെട്ടിരുന്ന സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. കലാപരമായ സിദ്ധികൾ വികസിപ്പിക്കുവാനാകും. ഗുരുനാഥന്മാരെ കാണുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും സാധിക്കുന്നതാണ്. മനസ്സിനിണങ്ങിയ സുഹൃത്തുക്കളുമായി ഒത്തുകൂടാൻ അവസരം വന്നെത്തും. വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യപരമായി നല്ല കാലമാകും. പേരക്കുട്ടികളുടെ സാമീപ്യം സന്തോഷം പകരും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും. തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകും. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും. ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ സാധിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും. വ്യക്തിജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും. ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും. പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും. ഒപ്പം പുരസ്കാര സാധ്യതയും തള്ളിക്കളയാനാവില്ല.
മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും. കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും. പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനമാകും. ഭോഗസുഖം ലഭിക്കും. രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് 8ാം ഭാവത്തിലാണ് ശുക്രൻ ഉച്ചരാശി പ്രാപിക്കുന്നത്. മീനൻ രാശിയിലെ പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്യുന്നുണ്ട് എങ്കിലും ഗുണദാതാവായാണ് ശുക്രൻ നിൽക്കുന്നത്. 2ാം ഭാവത്തിലേക്ക് നോക്കുകയും കൂടി ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാം. കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും. മറ്റ് സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ട ദൗത്യങ്ങൾ ഇപ്പോൾ വിജയകരമായേക്കും. മുടങ്ങിയ ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ്. പിണങ്ങിക്കഴിയുന്ന പ്രണയികൾക്കും ദമ്പതിമാർക്കും ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകും. ആപത്തുകളെയും അപകടങ്ങളെയും അത്ഭുതകരമായി മറികടക്കുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മനസ്സന്തോഷം കണ്ടെത്തും. ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാകും. ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കും. കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും. ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പഴയ കടം വീട്ടാൻ ചില സഹായ വഴികൾ തെളിഞ്ഞു കിട്ടും. ഇഷ്ടജനങ്ങളെ അവിചാരിതമായി കണ്ടുമുട്ടും. വിവാഹാലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ആദായമേറും. സ്ത്രീ സുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം. കരാർ പണികൾ പുതുക്കി ലഭിക്കും. സ്വയം തൊഴിൽ മേഖല പുരോഗതിയിലായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും. ഉത്രാട മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശുക്രൻ ഉച്ചസ്ഥിതിയിലെത്തുന്നത് 7ാം ഭാവത്തിലാണ്. ഗോചരവശാൽ 7ലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല. കന്നിരാശിയുടെ അധിപനായ ബുധന് ഇക്കാലയളവിൽ വക്രമൗഢ്യവും നീചസ്ഥിതിയും സംഭവിക്കുന്നുണ്ട്. പ്രണയത്തിൽ പരാജയത്തിനിടയുണ്ട്. ദാമ്പത്യത്തിലും അപസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും. ഇഷ്ടജനങ്ങളുമായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കലഹിച്ചേക്കും. കൂട്ടുകച്ചവടം അത്ര ഗുണകരമാവില്ല. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടാം. പ്രതീക്ഷിച്ച വിദേശയാത്ര നീണ്ടുപോകുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കും. സ്ത്രീകൾ മൂലം തിരിച്ചടികളുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പഴയ വ്യവഹാരങ്ങൾ വീണ്ടും തലപൊക്കാൻ സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കും. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ദാമ്പത്യത്തിൽ അപസ്വരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ തൊഴിലിൽ പുരോഗതി കുറയും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും. ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇടയുണ്ട്. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും. ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം പാടില്ല. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ്. ചിത്തിര 2ാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് 6ാം ഭാവത്തിലാണ് ശുക്രൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത്. ജനിച്ച കൂറിൻ്റെ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ തുലാം രാശിയുടെ അധിപനാണ് ശുക്രൻ എന്നതിനാൽ ദോഷങ്ങൾക്ക് കുറവുണ്ടാകും. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ബുധനും ശുക്രനും മീനൻ രാശിയിലേക്ക് വരുന്നതോടെ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതിയാവില്ല. ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും സാധിക്കും. സ്വന്തം തൊഴിലിടത്തിൽ ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം. എന്നാൽ ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിൽ എത്തിക്കുവാനും സാധിക്കും. ഭൂമി കച്ചവടത്തിലും മറ്റും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചത്ര ലഭിച്ചേക്കില്ല. ജീവിതശൈലി രോഗങ്ങൾ, കഫജന്യ രോഗങ്ങൾ ഇവ ശരീരക്ലേശമുണ്ടാക്കും. ലക്ഷ്യം നേടാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. പ്രണയബന്ധങ്ങളിൽ വിശ്വാസം കുറയും. ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല. കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഒരു കരുതൽ വേണ്ട സാഹചര്യമാണ്. കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും. വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് ശുക്രൻ 5-ാം ഭാവത്തിലാണ്. ശുക്രൻ 5-ാം ഭാവത്തിൽ ഉച്ചസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ കാരണമാകും. സന്താനങ്ങൾ, ആലോചനാശക്തി, ഭാവന, സൃഷ്ടികർമ്മം തുടങ്ങിയവയെ കുറിക്കുന്ന ഭാവമാണ് 5-ാം ഭാവം. സന്താനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉയർച്ച വന്നുചേരും. സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനാകും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകും. ആലോചനാശക്തി നേർവഴിയിൽ നീങ്ങും. നല്ല ഉപദേശം ലഭിക്കും. സാമ്പത്തിക സ്രോതസ്സുകൾ ശക്തമാകും. തൊഴിലിൽ വളർച്ച വന്നെത്തും. കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ്. ദാമ്പത്യം സ്നേഹോഷ്മളമാകും. സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച വന്നുചേരുന്നതാണ്. തൊഴിൽ മേഖലയിൽ സമാധാനം പുലരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കും. കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദേഹസൗഖ്യം, ജോലിയിൽ ഉയർച്ച എന്നിവ വന്നെത്തും. നറുക്കെടുപ്പ്, ചിട്ടി, ലോട്ടറി, ഇൻഷുറൻസ് എന്നീ മേഖലകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം. പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും. വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും. ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് ശുക്രൻ്റെ ഉച്ചരാശിയിലെ സഞ്ചാരം 4-ാം ഭാവത്തിലാണ്. വൈകാരിക വിഷയങ്ങൾ പലതും 4-ാം ഭാവവുമായി ബന്ധപ്പെടുന്നു. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ സമാധാനം തിരികെ ലഭിക്കും. മാതൃഗുണം ഭവിക്കും. മാതാവിനെ പിരിഞ്ഞു കഴിയുന്നവർക്ക് മാതാവിനെ കാണുവാനുള്ള അവസരം വന്നെത്തും. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും. മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും. വാഹനം മാറി വാങ്ങുവാനോ പുതിയത് വാങ്ങുവാനോ സാഹചര്യം ഒത്തിണങ്ങുന്നതാകും. ഗൃഹനിർമ്മാണം പൂർത്തിയാകും. പുതിയ ഫർണിച്ചറുകൾ വാങ്ങും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മാനസികവും ഭൗതികമായ സാഹചര്യം അനുകൂലമായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായവും പ്രോത്സാഹനവും തുടരുന്നതാണ്. വളർത്തുമൃഗങ്ങളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തും. സാമ്പത്തിക രംഗം ശോഭനമാകും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഗ്രഹാന്തരീക്ഷത്തിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കും. കർമ്മമേഖലയിലെ തളർച്ച മാറി ഉന്മേഷം പ്രത്യക്ഷമാകും. ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സുറപ്പിക്കുവാൻ കഴിയും. വിനോദയാത്രകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും. സുഖഭക്ഷണ യോഗമുണ്ട്. രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച ഉണ്ടാകും. പ്രണയികൾക്ക് അനുകൂല സമയമാണ്. പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ആയതിനാൽ ശുക്രൻ്റെ ഉച്ചസ്ഥിതിയിൽ ധനുക്കൂറുകാരിൽ കൂടുതൽ മെച്ചമുണ്ടാകുക പൂരാടം നാളുകാർക്കായിരിക്കും. ഉത്രാടം 3/4 ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപതികമടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ്റെ ഉച്ചരാശിയിലെ സഞ്ചാരം 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവം മുഖ്യമായിട്ടും സഹോദര ഭാവമാണ്. പിണക്കത്തിൽ കഴിയുന്ന ഉറ്റവർ വീണ്ടും ഇണക്കത്തിലാകും. സഹോദരങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കും. കുടുംബത്തിലെ അനൈക്യം ഒത്തുതീർപ്പിലാകും. ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിലിൽ കൃത്യമായ ആസൂത്രണം നടത്തുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയും. സഹപ്രവർത്തകർ സഹായകസ്വമായി സ്വയം മുന്നോട്ട് വരും. സ്ത്രീകളുടെ വിശ്വാസമാർജിക്കും. തള്ളിപ്പറഞ്ഞവർ പോലും പിന്തുണയ്ക്കുന്നതിന് മുന്നിട്ടിറങ്ങും. സംരംഭങ്ങൾ ആശാവഹമായ രീതിയിൽ മുന്നോട്ട് പോകും. കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിലിലും ലാഭം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും. കലാപ്രവർത്തനങ്ങളിൽ ഉന്മേഷം തോന്നും. മനസ്സ് ഭാവനാപൂർണമാകും. ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടും. നറുക്കെടുപ്പുകൾ, ചിട്ടി, ലോട്ടറി മുതലായവയിൽ നിന്നും ധനം ഉണ്ടാകും. കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഫലം കണ്ടു തുടങ്ങും. വസ്തുവന്മേലുള്ള തർക്കം പരിഹരിക്കപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും.
കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും. കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും. ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും. പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുകാനുള്ള അവസരങ്ങൾ സംജാതമാകും. കൃഷികാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും. പ്രണയികൾക്ക് ഉചിത തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. അവിട്ടം അവസാന പകുതിയും ചതയും പൂരുരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് 2ാം ഭാവത്തിലാണ് ശുക്രൻ ഉച്ചക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത്. ധനം, കുടുംബം, വാക്കുകൾ, വിദ്യാഭ്യാസം ഇവയെല്ലാം 2ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. മധുരമായും ആലങ്കാരികമായും വശ്യമായും സംസാരിക്കുവാൻ സാധിക്കും. ശ്രോതാവിന് വാക്കുകൾ ശ്രദ്ധേയമായി അനുഭവപ്പെടും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഗവേഷകർ പ്രബന്ധരചന പൂർത്തിയാക്കും. സാമ്പത്തികമായി സ്ഥിതി മെച്ചപ്പെടും. കൂടുതൽ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. കടബാധ്യതകൾ പരിഹരിക്കാൻ പോംവഴി തെളിയും. കുടുംബ ബന്ധങ്ങളും ദാമ്പത്യവും ഹൃദ്യമാകുന്നതാണ്. കർമ്മമേഖലയിൽ സമാധാനവും സമൂഹത്തിൽ സ്വീകാര്യതയും വർദ്ധിക്കും. ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ലോട്ടറി മുതലായവയിലൂടെ ധനം ആർജിക്കുവാൻ കഴിയും. കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും. മത്സരങ്ങളിൽ ശോഭിക്കും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും. കവികൾക്ക് നേട്ടം പ്രതീക്ഷിക്കാം. പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരാനാകും. അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. പ്രണയികൾക്ക് ഹൃദയബന്ധം സുദൃഢമാകും. വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ വാങ്ങുവാൻ സാധ്യതയുണ്ട്. പൂരുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ശുക്രൻ ഉച്ചാവസ്ഥയിൽ യാത്ര ചെയ്യുന്നത്. നവഗ്രഹങ്ങളിൽ ചന്ദ്രനും ശുക്രനും മാത്രമാണ് ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണദാതാക്കളാകുന്നത്. ശുക്രൻ മുഖ്യമായും ഭോഗസുഖം നൽകും. സുഖഭക്ഷണം, മതിയായ വിശ്രമവും ലഭിക്കും. ആത്മവിശ്വാസം ഉയരുന്നതായിരിക്കും. സമൂഹത്തിൽ സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും അംഗീകാരം ലഭിക്കും. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ കഴിയും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാൻ ഇടയുണ്ട്. പ്രണയാനുഭവങ്ങൾ ഉണ്ടായേക്കും. വിവാഹ തടസ്സം മാറുകയും ആലോചന ഉറയ്ക്കുകയും ചെയ്യും. ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ്. ധനപരമായി അനുഭവപ്പെട്ടിരുന്ന ഞെരുക്കം നീങ്ങും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും. ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ വളർച്ച വന്നുചേരും. വിദേശയാത്രയിലെ നൂലാമാലകൾ മാറും. കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കാനാകും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. അധികം വിയർപ്പൊഴുകാതെ നേട്ടങ്ങൾ വന്നുചേരും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.